നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ വായിക്കാതെ വിട്ടും രണ്ടു വാക്കുകൾ കൂട്ടിച്ചേർത്തും ഗവർണർ രാജേന്ദ്ര അർലേക്കർ മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം മാത്രം നിയമസഭ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ അസാധാരണ നീക്കം. മുഖ്യമന്ത്രിയുടെ ആവശ്യം സ്പീക്കർ അംഗീകരിച്ചു. 15ാം നിയമസഭയുടെ 16ാമത് സമ്മേളനം നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുമ്പോൾ അസാധാരണമായ സംഭവങ്ങൾക്കാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നയപ്രഖ്യാപനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഗവർണർ വായിക്കാതെ വിടുകയും ചില ഖണ്ഡികൾ ഒഴിവാക്കുകയും ഒപ്പം തന്നെ ചില ഖണ്ഡികയിൽ ചില ഭാഗം ഗവർണർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. എന്നാൽ ഗവർണറുടെ നയപ്രഖ്യാപനം അവസാനിച്ച ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ ഭാഗം ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ അദ്ദേഹം അഭ്യർത്ഥന നടത്തിയെന്നതാണ്. സർക്കാർ എഴുതിക്കൊടുത്ത കേന്ദ്ര വിമർശനം വായിച്ചെങ്കിലും 12, 15, 16 ഖണ്ഡികകളിലെ ചില കടുത്ത വിമർശനങ്ങൾ ഗവർണർ ബോധപൂർവം ഒഴിവാക്കി. ഇതിനെതിരെ അസാധാരണ നീക്കവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തി. മന്ത്രിസഭ അംഗീകരിച്ചതും രാജേന്ദ്ര അർലേക്കർ ഒഴിവാക്കിയതുമായ ഭാഗങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടാകണമെന്നും സ്വന്തം നിലയ്ക്ക് ഗവർണർ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഒഴിവാക്കണമെന്നും പിണറായി വിജയൻ സഭയിൽ ആവശ്യപ്പെട്ടു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആവശ്യം സ്പീക്കർ അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. മുൻകാലങ്ങളിൽ സമാന സന്ദർഭങ്ങളിൽ പല പ്രാവശ്യം സഭാധ്യക്ഷന്മാർ ഇക്കാര്യം വ്യക്തത വരുത്തിയിട്ടുള്ളതുമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ച പരാമർശങ്ങളുടെ കാര്യത്തിലും മുൻ തീരുമാനം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ് ചെയറിന് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രമേയം സ്പീക്കർ അംഗീകരിച്ചതോടെ സർക്കാർ അച്ചടിച്ച് പുറത്തിറക്കിയ നയപ്രഖ്യാപനം ഔദ്യോഗിക രേഖയായി മാറി. ഗവർണറുടെ അസാധാരണ നീക്കത്തിന് നിയമസഭയിൽ അസാധാരണമായ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ് ഭരണഘടനാപരമായി അധികാരമെന്ന് അടിവരയിടുന്നതായി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.